നമ്മൾ ഒരുപാട് AI ടൂൾസുകൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു വളരെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ ഓട്ടോമേഷൻസും ഭയങ്കര സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ക്ലോഡ്. അപ്പോൾ നമുക്ക് ഈ ക്ലോഡും ഈ മെറ്റാ ആഡ്സ് മാനേജറും എങ്ങനെ കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഈ ക്ലോഡും മെറ്റാ ആഡ്സ് മാനേജറും കണക്ട് ചെയ്തിട്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ആസ് എ പെർഫോമൻസ് മാർക്കറ്റർ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഓൾസോ ഇത് ചെയ്യണതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പ് 10 പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മെറ്റാ ആഡ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെ അനലൈസ് ചെയ്യാം, അതിൽ വിന്നിങ് ആയിട്ടുള്ള ക്യാമ്പയിനുകൾ അങ്ങനെ കണ്ടെത്താം, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഏജൻറ്റിനെ എങ്ങനെ ബിൽഡ് ചെയ്യാം, നിങ്ങളുടെ ക്യാമ്പയിനുകളുടെ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക്കലി എങ്ങനെ സ്കെയിലബിൾ ആക്കാം, അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ പേര് അംസാദ് ബഷീർ. ഞാൻ ലാസ്റ്റ് ഒരു 8 വർഷമായിട്ട് പെർഫോമൻസ് മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾസോ ഞാൻ .in ഡിജിറ്റൽ അക്കാദമിയുടെ ഫൗണ്ടർ ആൻഡ് CEO ആണ്. ലാസ്റ്റത്തെ ഒരു 4 years ജേണി നോക്കുകയാണെങ്കിൽ ഞാനൊരു ഓൺട്രപ്രണറാണ്. എന്നാൽ കൂടിയും എൻ്റെ പല മേജർ ബിസിനസ്സുകളുടെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലൗഡ് ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് മെറ്റാ ആഡ്സ് എന്നുള്ള ഒരു ടോപ്പിക്ക് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് അതിലോട്ട് കടക്കാം. സോ ആദ്യമായിട്ട് നമുക്ക് ഈ ക്ലൗഡും മെറ്റാ ആഡ്സ് മാനേജറും കണക്ട് ചെയ്യണോണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല പ്രോപ്പർ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് എടുക്കുന്ന ആൾക്കാരാണ്, മാനുവലായിട്ട് എടുക്കാറുണ്ട്. ചില ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ChatGPTയിലോ ക്ലോഡിലോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളിത് കണക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡാറ്റ, അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോകുന്ന ആസ് എ ഹ്യൂമൻ ബീയിങ്സ് വിട്ടുപോകുന്ന ചില ഡാറ്റാസും അതുപോലെ തന്നെ ചില കണക്ഷൻസും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിന്നിങ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ഏതാന്നുള്ളതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ കൂടിയും റിപ്പീറ്റഡ്ലി അത് ഏതൊക്കെ ഓഡിയൻസിനാണ് വർക്കൗട്ട് ആവുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സമയത്താണ് കൂടുതൽ ലീഡ്സ് വരുന്നത്, അല്ലെങ്കിൽ ഏത് ഡേയ്സിലാണ് ഏറ്റവും കൂടുതൽ റോവാസ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് റിപ്പോർട്ടിങ്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടല്ലേ ആസ് എ പെർഫോമൻസ് മാർക്കറ്റർ. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് നമുക്ക് ആഡ് ഒരു ഏജന്റിനെ വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. സോ ഫാർ ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളാണ്. ആഡ് ക്രിയേഷനിലായാലും മാനേജ്മെന്റിലായാലും ഇപ്പോൾ കറന്റ്ലി കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ കൂടിയും അപ്കമ്മിങ് മന്ത്സിലോ ഇയേഴ്സിലോ ഒക്കെ ആയിട്ട് പ്യുവർലി ഇത് വേറെ ലെവലിലോട്ട് മാറുന്ന ഒരു 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 പാറ്റേൺ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഫാർ. യെസ്. ദെൻ ഇനി പ്രൊഡക്റ്റ് മാർക്കറ്റിങ്ങിലോട്ട് വരുമ്പോഴായാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്യാമ്പയിൻ അണ്ടർ പെർഫോമിംഗ് ആണ്, ഒട്ടും പെർഫോമിംഗ് ആവുന്നില്ല, ഇത്തരത്തിലുള്ള സിഗ്നൽസ് നമുക്ക് പാസ് ചെയ്യാനും ട്രബിൾ ഷൂട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വരെ ആക്ച്വലി നമ്മുടെ ഈ ക്ലൗഡ് ഏജന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഈ MCP സെർവർ ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. ആക്ച്വലി ഇത് 2 രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഞാനിതിൽ ഒരു രീതിയാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് 2ാമത്തെ രീതി വേണം, നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെ ക്ലൗഡ് മെറ്റയുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം, നമുക്ക് പ്രാക്ടിക്കലി നോക്കാം. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദാറ്റ്. യെസ്, അപ്പോൾ ഇത് ഞാൻ എൻ്റെ ക്ലൗഡാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് പ്രീമിയം ആണല്ലോ, ഇത് നമുക്ക് ഫ്രീ പ്ലാനിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ. ഒബ്വിയസ്ലി ഫ്രീ പ്ലാനിൽ ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ ലിമിറ്റേഷൻസ് ഉണ്ട്, അറിയാലോ. ഒബ്വിയസ്ലി ക്ലൗഡ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക ഒരു നോർമൽ സബ്സ്ക്രിപ്ഷൻ, പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്നുള്ളതാണ്. യെസ്, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സെറ്റിങ്സിലോട്ട് പോവാണ്. ക്ലൗഡിൻ്റെ സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ
കണക്റ്റേഴ്സ് കിട്ടും. ഓക്കെ, അപ്പം ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി ആഡ് ചെയ്ത് കൊടുക്കണ പോലൊക്കെ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ കണക്റ്റേഴ്സ് ഓൾറെഡി അറിയാം, നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നോഷനൊക്കെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ചെക്ക്. നമുക്കിവിടെ 2 രീതിയിൽ ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ബ്രൗസ് ചെയ്തിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റം കണക്ടർ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കസ്റ്റം കണക്ടർ വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു, ഇവിടെ ആഡ് കസ്റ്റം കണക്ടർ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, മെറ്റ ഹംസാദ് ക്ലൗഡ് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പേര് കൊടുത്തു. അതിൽ ബ്രാൻഡ് നെയിമായിട്ട് ഡോട്ടിന് ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ ഈ MCP സെർവർ URL ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴുണ്ടാവും, നമുക്കിവിടെ എന്ത് കിട്ടും, ഈ URL കിട്ടും. ഈ URL കോപ്പി ചെയ്യുക. ഇത് അതേപോലെ തന്നെ കോപ്പി ചെയ്യണം. ചില ആൾക്കാർ HTTPS ഇല്ലാണ്ടൊക്കെ കോപ്പി ചെയ്യും. അങ്ങനെയല്ല, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം ഞാനിത് ആഡ് കൊടുക്കുകയാണ്. ആഡ് കൊടുക്കുമ്പോൾ ഉണ്ടാവും നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും മെറ്റയുടെ ഒരു ലോഗോ, ഫേസ്ബുക്കിൻ്റെ ഒക്കെ ഒരു ലോഗോ വന്നിട്ട് ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐക്കൺ വന്നിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ കണക്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ കണക്ട് ക്ലിക്ക് ചെയ്തു. കണക്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മളുടെ മെറ്റയിലോട്ട് ഇത് പോകും. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു സ്പെസിഫിക് ഇമെയിൽ ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ആസ് ഹംസാദ് ബഷീർ. നമുക്ക് ഇവിടെ ഏതൊക്കെ ആഡ് അക്കൗണ്ടാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എൻ്റെ പ്രോപ്പറായിട്ടുള്ള ആഡ് അക്കൗണ്ടുകളാണ് ഞാനിവിടെ കൂടുതലും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഡോട്ടിനിൻ്റെ ഒരു ആഡ് അക്കൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ മറ്റു ക്ലയൻറ്റുകളുടെ ആഡ് അക്കൗണ്ടുകൾ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് കാണിച്ചിരുന്നതാണ്. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ എല്ലാ ബിസിനസ്സും വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ തൽക്കാലം കുറച്ച് ബിസിനസ് മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ആഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ എന്നിട്ട് ഇത് കണ്ടിന്യൂ കൊടുക്കുകയാണ്, സേവ് കൊടുക്കുകയാണ്. ഇവർ പറയുന്നുണ്ട് കേട്ടോ, ഇത് ആക്സസ് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ. അപ്പോൾ നമുക്കിത് ഇതേപോലെ ക്ലൗഡ് ഹാസ് ബീൻ കണക്റ്റഡ് ടു എന്നുള്ളതുകൊണ്ട് ഇത് വന്നു ഇതേവിടെ കണക്റ്റഡ് ആയി. ഇനി നമുക്ക് നമ്മളുടെ ഒരു ചാറ്റ് ബോക്സിലോട്ട് പോവാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്യാണ്, ഹായ് ഡിഡ് യു കണക്ട് വിത്ത് മൈ മെറ്റ ആഡ്സ് എന്ന് ചോദിക്കുകയാണ്. ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കണ്ടോ നമുക്കിവിടെ അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ അലോ ചെയ്യട്ടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുകയാണ്. അപ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യുക, ഓൾവേസ് അലോ കൊടുക്കുന്നു. അപ്പോൾ അവർ ജസ്റ്റ് നമ്മൾ കണക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കണക്റ്റഡ് ആയിട്ടുള്ള മെറ്റ ആഡ്സ് അക്കൗണ്ടിൻ്റെ എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഡിസേബിൾ ഒബ്വിയസ്ലി ഞാൻ കുറേ കാലമായിട്ട് ആഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പഴയ കുറേ ആഡ് അക്കൗണ്ടുകൾ, ഇഷ്ടംപോലെ ആഡ് അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആഡ് അക്കൗണ്ടുകളുണ്ട്, ആക്റ്റീവായിട്ടുള്ള ആഡ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഡിസേബിൾ ഒബ്വിയസ്ലി ഇതിൽ കാണിക്കില്ല. അപ്പോൾ എനേബിൾഡ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ആഡ് അക്കൗണ്ടുകളാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ എനിക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഇവർ സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറയുന്ന സമയത്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സ്ലൈറ്റ്ലി ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ കൂടിയും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ക്ലൗഡിൻ്റെ MCP സെർവർ നമ്മളുടെ മെറ്റ ആഡ്സ് മാനേജറായിട്ട് എന്ത് ചെയ്യുന്നത്, ലിങ്ക് ചെയ്യുന്നത്. ഇറ്റ്സ് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് നിങ്ങൾക്ക് ഈ സ്പെസിഫിക് വീഡിയോ കണ്ട് അതുപോലെ റിപ്പീറ്റഡ്ലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ എനിക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് ആഡ് അക്കൗണ്ടുള്ള ഒരാളാണ്, നിങ്ങൾ ഒരുപാട് ക്ലയൻസിനെ ഡീൽ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ബിസിനസ് ഡീൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ
ഇതിലൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചില ആഡ് അക്കൗണ്ടുകൾക്ക് മാത്രമാണ് കറന്റ്. ഇപ്പൊ ഞാനിപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നൊരു ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ചില ആഡ് അക്കൗണ്ടുകൾക്കാണ് ഇപ്പോൾ കറന്റ് ഉള്ളത്. മേ ബി അത് ചിലപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞാൽ റെഡി ആവാം, ചിലപ്പോൾ ഒരു 1 മന്ത് അവർ മാറുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറ്റും. ഇവിടെ ഉണ്ട് MCP ആസസ് റോളിംഗ് ഔട്ട്. ഞാൻ ആഡ് അക്കൗണ്ടുകളിൽ ഇത് ഞാൻ കാണിക്കാത്തതെന്ന് വെച്ചാൽ അവിടെ നമുക്കൊരു കോൺഫിഡൻഷ്യാലിറ്റി ആവശ്യമുള്ളത് കൊണ്ടാണ്. കാരണം ഇത് ഞാൻ വർക്ക് ചെയ്യുന്നത് മന്ത്ലി 15 lakhs ഒക്കെ ബഡ്ജറ്റുള്ള കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. സോ അവരുടെ ഒരു റവന്യൂ സോഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പോകാണ്ടിരിക്കാനും ബ്രാൻഡിനെ പുറത്ത് കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ ഒരു സാധനം കാണിക്കാത്തത്. അപ്പോൾ സ്റ്റാറ്റസ് ആക്റ്റീവാണ്, ആഡ് അക്കൗണ്ടുകളൊക്കെ ആക്റ്റീവാണ്. പക്ഷെ MCP ആസസ് റോളിംഗ് ഔട്ടാണ്. അപ്പം മേ ബി ആഡ് അക്കൗണ്ടുകൾക്ക് ഇനി വരുന്നതായിരിക്കും, ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും എന്നുള്ളതാണ്. യെസ്, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നമ്മളെ ക്ലോഡ് AI ഏജൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു, ഓൾറെഡി നമുക്ക് വളരെ ലിമിറ്റഡ് ആഡ് അക്കൗണ്ട്സിലാണ് കറൻ്റ്ലി നമ്മളുടെ ക്ലോഡ് AI റോൾ ഔട്ട് ആയിട്ടുള്ളത്. സോ മേ ബി സമയം എടുക്കാം. അപ്പോൾ എൻ്റെ കുറച്ച് ആഡ് അക്കൗണ്ട്സുകളുണ്ട്. അപ്പോൾ അതിലൊരു ആഡ് അക്കൗണ്ടിൽ ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു പ്രോപ്പർ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ജസ്റ്റ് ക്രിയേറ്റ് എ ബ്രാൻഡ് അവയർനെസ് റീച്ച് ക്യാമ്പയിൻ all over Kerala for a digital marketing academy. Then നമുക്ക് which includes എല്ലാം വേണം അല്ലേ, campaign, ad set and ads and the budget എത്ര എന്നുള്ളതും കൂടി കൊടുക്കാം. നമുക്ക് let's say ഒരു ഡെയിലി ബഡ്ജറ്റ് ഒരു 500 rupees ആണെന്നുണ്ടെങ്കിൽ അതും കൊടുത്തിട്ട് ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോംപ്റ്റ് ഞാൻ കൊടുക്കുകയാണ്. ദെൻ ഫൈനലി ഫോർ ദ ആഡ് അക്കൗണ്ടിൻ്റെ ID കൂടി ഞാനിവിടെ കൊടുക്കുകയാണ് കേട്ടോ. ഫോർ ദ ആഡ് അക്കൗണ്ട് എന്നുള്ള രീതിയിൽ ആഡ് അക്കൗണ്ടിൻ്റെ ID കൊടുത്തു. ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ടൂൾസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇമേജസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വിത്തിൻ മിനിറ്റ്സ് നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പേര് കൊടുക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, നെയിം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മൾ ഏകദേശം ഇതൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് 20 seconds പോലും ആയിട്ടില്ല. അപ്പോൾ തന്നെ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് അവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആഡ് സെറ്റ് ക്രിയേഷൻ ആയിരിക്കും. ദെൻ ആഫ്റ്റർ ഒബ്വിയസ്ലി ആഡ് ക്രിയേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇമേജസുകളും എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ക്ലൗഡിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മളുടെ ആഡ് ഡയറക്റ്റ്ലി മെറ്റാഡ്സിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്തു, കേരള ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻ എന്നുള്ള ഒരു പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആഡ് അക്കൗണ്ടിൽ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്യാമ്പയിൻ്റെ ID ഉണ്ടാവും. നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിൻ്റെ രീതിയിൽ കംപ്ലീറ്റ് എങ്ങനെയാണ് ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കാണാൻ വേണ്ടി പറ്റും. നമുക്കിത് കറക്റ്റ് ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പേജിലോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് റീലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, റീലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ വന്നു കേരള ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ വന്നു. നമുക്കത് എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ക്യാമ്പയിൻ കാണാം, ആഡ് സെറ്റ് കാണാം, ആഡ് കാണാം, ഇൻക്ലൂഡിങ് നമ്മൾ കൊടുത്തിട്ടുള്ള ഡെയിലി ബഡ്ജറ്റ്. ഓൾസോ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ആഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, ഇതൊക്കെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് ക്രിയേഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ബഡ്ജറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള പോലെ തന്നെ ആയിരിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. ഒബ്വിയസ്ലി ദ ക്യാമ്പയിൻ ഇതിൽ ചെറിയ ചെറിയ സ്ലൈറ്റ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു എൻറ്റയർ ക്യാമ്പയിൻ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുക. ഇതിപ്പോൾ ഒരു ഡമ്മി ആയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്, അല്ലാണ്ട് ഇതൊരു ഒറിജിനൽ
ഏരിയാസിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതല്ല. കാരണം ഒറിജിനലി എനിക്ക് കാണിക്കുന്നതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ദാറ്റ്സ് വൈ ഐ ജസ്റ്റ് ഇങ്ങനെ ഒരു സാധനം കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ക്യാമ്പയിൻ ആയിട്ട് തന്നെ ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ MCPയും ലൈക്ക് ഐ സേ ക്ലോഡും മെറ്റയും തമ്മിൽ കണക്ട് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ എങ്ങനെ ഒരു ക്യാമ്പയിൻ ഏജന്റിനെ യൂസ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു കാര്യം നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. സോ ആസ് ഐ സെഡ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് അടിപൊളിയായിട്ടുള്ള ഡാറ്റ അനലിറ്റിക്സ് മുതൽ എങ്ങനെ നമ്മളുടെ ക്യാമ്പയിനെ സ്കെയിൽ ചെയ്യാന്നുള്ളതിൻ്റെ അടക്കമുള്ള ഒരുപാട് അടിപൊളി പ്രോംപ്റ്റുകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലൗഡിന് ഡാറ്റ ഇൻപുട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ ഓൾറെഡി ക്ലയൻസിനും പിന്നെ എൻ്റെ ബിസിനസ്സുകൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന റിപ്പോർട്ടിംഗ് സിസ്റ്റം അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോംപ്റ്റ്സുകളുണ്ട്. ഓക്കെ, ആ പ്രോംപ്റ്റ്സ് ആണ് എക്സ്ക്ലൂസീവായിട്ട് ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ദ ഫസ്റ്റ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ക്യാമ്പയിനെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഓക്കെ, ക്യാൻ യു ഗോ ത്രൂ വിത്ത് മൈ, ഞാനൊരു ആഡ് അക്കൗണ്ട് കൊടുത്തു, ആഡ് അക്കൗണ്ട്, ആൻഡ് I will share some prompt after that. ജസ്റ്റ് ആഡ് അക്കൗണ്ടിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തതെന്നുള്ളൂ. ഓക്കെ, ഗോ ഹെഡ് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ക്യാമ്പയിൻ ഓഡിറ്റ് ആണ്. ഞാൻ എന്ത് ചെയ്തു, ആ പ്രോംപ്റ്റ് കോപ്പി ചെയ്തു, ദെൻ ഐ എം പേസ്റ്റിംഗ് ഇറ്റ്. ആൻഡ് എനിക്ക് കുറച്ചും കൂടി പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനിൽ വേണം. അപ്പോൾ ക്യാൻ യു ഗിവ് മീ ആസ് എ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ളൊരു സാധനം ഞാൻ ആഡ് ചെയ്യാണ്. കാരണം എനിക്ക് കുറച്ചും കൂടി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ഇത് എൻ്റെ ഒരു പേഴ്സണലാണ്. നിങ്ങൾക്കത് ടേബിൾ ഫോർമാറ്റിൽ വേണം, അല്ലെങ്കിൽ എക്സൽ ഷീറ്റിലോട്ട് വേണമെന്നുള്ള എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഇതിപ്പോൾ എൻ്റെ ഒരു കൺവീനിയൻസിനും എനിക്ക് കുറച്ചും കൂടി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ് ഞാനിത് ആഡ് ചെയ്തത്. ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്താണ്, നമ്മളുടെ ക്യാമ്പയിന് എല്ലാം എന്താവും, ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ റിവ്യൂ ചെയ്യുന്നു. ഡാറ്റ കണ്ടോ, അപ്പോൾ നമ്മൾ ടോട്ടൽ ആഡ് സ്പെൻഡ്, ആക്റ്റീവ് ക്യാമ്പയിൻസ്, ടോട്ടൽ ഇംപ്രഷൻസ്, ആവറേജ് CPM, ഇങ്ങനെ ഈ രീതിയിൽ നമുക്കൊരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ എന്ത് വരും, ഡാറ്റാസ് അവൈലബിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇറ്റ് ടുക്ക് സം ടൈം ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് ദ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലേ. അപ്പോൾ കണ്ടോ, ആക്ഷൻ പ്രയോറിറ്റി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഫിക്സ് ചെയ്യണം, ഓക്കെ, എന്തൊക്കെ മോണിറ്റർ ചെയ്യണം, ഏത് ക്യാമ്പയിൻ മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു സാധനം മനസ്സിലായി. എന്താണ്, ഒരു സ്പെസിഫിക് ക്യാമ്പയിൻ ഇമ്മീഡിയറ്റ്ലി പോസ് ചെയ്യാനാണ് ക്ലൗഡ് പറയുന്നത്. ബിക്കോസ് അതിൽ എന്തുണ്ട്, ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതൽ ചോദിക്കാം. അതല്ലാതെ നമുക്ക് ടോട്ടൽ സ്പെൻഡ് എത്ര വന്നു എന്നുള്ളതിൻ്റെ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കൂടുതൽ റിപ്പോർട്ട്സുകൾ ഇവിടെ വരുന്നുണ്ട്. കണ്ടോ, നമുക്ക് എന്ത് അടിപൊളിയായിട്ടാണ് ഈ റിപ്പോർട്ടിംഗ് സിസ്റ്റം വന്നതെന്നുള്ളത് നിങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, ഡോണ്ട് ഗോ ഫോർ ഇൻഡ്യൂഷൻ. ഒരിക്കലും നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യരുത്. എസ്പെഷ്യലി ആസ് എ പെർഫോമൻസ് മാർക്കറ്റർ, ഗോ വിത്ത് ദ ഡാറ്റ. സോ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ഡാറ്റാസിലോട്ടുള്ള വലിയൊരു ഡോറാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് ആക്ച്വലി. സോ വി ക്യാൻ സീ വിച്ച് വൺ ഈസ് വർക്കിംഗ്, വിച്ച് വൺ ഈസ് നോട്ട് വർക്കിംഗ്. ഏതിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏത് ക്യാമ്പയിനാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ഇതിൽ കൂടുതൽ എന്താണ് ആസ് എ പെർഫോമൻസ് മാർക്കറ്റർ വേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു എന്ത് കിട്ടി, ഒരു ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇതാണ് ആദ്യത്തെ പ്രോംപ്റ്റ്. ദെൻ ദ സെക്കൻഡ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഫൈൻഡ് മൈ ബെസ്റ്റ് ആഡ് ആണ്. അഗെയിൻ ഞാനതവിടെ കൊടുക്കുന്നു. അടുത്ത പ്രോംപ്റ്റ് കൊടുക്കുന്നു. ദെൻ അഗെയിൻ അത് സ്കാൻ ചെയ്യുന്നു. ദ സെയിം പ്രോസസ് അല്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ആദ്യകാലം ഇപ്പം ഞാനൊക്കെ 2018 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ സമയത്ത് വി ഹാവ് ടു ഗോ ടു ദ റിപ്പോർട്ട്സ് ആൻഡ് അനലൈസ് ആൻഡ് യുനോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം നോക്കിയാൽ ഒരു AI ഇൻറ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വളരെ ബെനിഫിറ്റാണ്. ഞാനിതിനെ ആക്ച്വലി ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ടാണ് കാണുന്നത്. പല ആൾക്കാരും പറയുന്നുണ്ട് AI ജോലി തെറിപ്പിക്കും എന്നുള്ളതൊക്കെ രീതിയിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊരു AI അറിയുന്ന, ഇപ്പം ഈ ഒരു സ്പെസിഫിക് ടൂൾ വെച്ചിട്ട് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനും
കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു ഏജൻറ്റിനെ കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ ഏജൻറ്റ് ബിൽഡ് ചെയ്യാൻ അറിയുന്ന ഒരാളാണെന്ന് നിങ്ങളെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ഹൈലി പെയ്ഡ് എന്നാണ് ഞാൻ പറയാം. സോ അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ ഈ കറൻറ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, സോ എന്താണ് ഡാറ്റ അവർക്ക് കിട്ടി. ദെൻ ദേ ആർ ക്രിയേറ്റിംഗ് എ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ വൺസ് അഗെയിൻ. നമുക്ക് നേരത്തെ ഇതേപോലെ ഡാറ്റ തന്ന പോലെ തന്നെ താഴെയും ഇതേപോലെ സമയം എടുത്തിട്ട് വി ഹാവ് ടു വെയിറ്റ് അല്ലേ, കാരണം ദേ ഹാവ് ടു പ്രോസസ് ആൻഡ് ദേ ഹാവ് ടു ഡു ദ ക്രിയേറ്റീവ്സ്. ആക്റ്റീവായിട്ടുള്ള ക്രിയേറ്റീവ്സ് ആണ് കേട്ടോ അവിടെ, ക്യാമ്പയിൻ അല്ല ക്രിയേറ്റീവ്സ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഏത് ക്രിയേറ്റീവ് ആണ് വർക്ക് ആവണേന്നുള്ള എൻ്റെ ഒരു എൻ്റയർ ഡാറ്റ നമുക്ക് കിട്ടാണ് വിത്തിൻ മേ ബി ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ്സ്. അതിനുള്ളിൽ നമുക്ക് എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ വിച്ച് വൺ ഈസ് വർക്കിംഗ്, വിച്ച് വൺ ഈസ് നോട്ട് വർക്കിംഗ്. സോ പല ആൾക്കാരും ഇത് അഡാപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഭയങ്കര വിഷമകരമാണ്. കാരണം ഇത്രയും വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടും വളരെ സ്പീഡിലും നമുക്ക് ഡാറ്റാസ് ഇവിടെ ഡെലിവർ ചെയ്യുമ്പോൾ നമ്മളത് വായിച്ച് നോക്കാതെ മനസ്സിലാക്കാതെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനെ സ്കെയിൽ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ മെജോറിറ്റി ഓഫ് ആൾക്കാർ കൺഫ്യൂസിങ് ആവുന്നതും സ്ട്രഗിൾ ചെയ്യുന്നൊരു ഏരിയയാണ് ഏത് ക്രിയേറ്റീവ് ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ആവാന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെറ്റയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ക്രിയേറ്റീവിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു അൽഗോരിതമിക് വേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ആൻഡ്രോമേഡ അപ്ഡേറ്റ് ഒക്കെ വന്നതിന് ശേഷം. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയതേ, ഇവിടെ എനിക്ക് വന്നു ഏത് ക്യാമ്പയിനാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു CTR എത്രത്തോളം ഉണ്ട്, CPC എത്രത്തോളം ഉണ്ട്, അത് നല്ലതാണോ പൊട്ടതാണോ, ഓക്കെ, ഏതിലാണ് ഏറ്റവും ഹയസ്റ്റ് ഓഡിയൻസ് റിയാക്ട് ചെയ്തിട്ടുള്ളത്, ഓക്കെ, ആ ക്രിയേറ്റീവ് ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതിലെന്തൊക്കെ ടോപ്പായിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ആലോചിച്ച് നോക്കി, ഇത് പ്രോപ്പറായിട്ട് വായിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്രിയേറ്റീവ് റിപ്പോർട്ട് അവൈലബിൾ ആയിട്ട് കിട്ടി. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ്, നമുക്കിതിൽ ഒരുപാടുണ്ട്. ഓഡിയൻസ് അനലൈസ് ചെയ്യാം, ആഡ് കോപ്പി അനലൈസ് ചെയ്യാം. ഞാനിപ്പോൾ ഫൈനലായിട്ട് ഇതെല്ലാം കൂടി ഷെയർ ചെയ്യാൻ കുറച്ചധികം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഈ പ്രോംപ്റ്റുകളൊക്കെ ഞാൻ താഴെ ലിങ്കായിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ പ്രോംപ്റ്റ് കോപ്പി ചെയ്യാം. ഫൈനലി ഞാൻ ഓഡിയൻസ് അനാലിസിസും കൂടി ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു ഏജൻറ്റിൻ്റെ പരിപാടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ദെൻ അഗെയിൻ ഐ എം പേസ്റ്റിംഗ് ദിസ് ഹിയർ. സോറി, ഇതിൽ ഞാൻ ഓഡിയൻസ് ടാർഗറ്റിംഗ് ആണ്, ഓവർലാപ്പ് ചെയ്യണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് കൂടുതലും ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. എവിടെയെങ്കിലും ബഡ്ജറ്റിൻ്റെ ഒരു വേസ്റ്റേജ് വരുന്നുണ്ടോ, പ്രോപ്പറായിട്ടുള്ള ഓഡിയൻസ് ആണോ, അല്ലെങ്കിൽ ഓഡിയൻസ് തമ്മിൽ മിസ്മാച്ച് ഉണ്ടോ, ഓവർലാപ്പിംഗ് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് കൂടുതലും ഞാൻ ഈ ഒരു സ്പെസിഫിക് വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ലെറ്റ്സ് ചെക്ക് ഈസ് ഇറ്റ് വർക്കിംഗ് ഓർ നോട്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളൊരു പെർഫോമൻസ് മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളിത് കണക്ട് ചെയ്തിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ദിസ് ഈസ് ദ ഫ്യൂച്ചർ. ഓക്കെ, ആസ് എ മാർക്കറ്റർ ആൻഡ് ബിൽഡിംഗ് മൾട്ടിപ്പിൾ കമ്പനീസ്, ഞാൻ എപ്പോഴും പറയുന്നു AI അറിയുന്ന ഒരു മാർക്കറ്റർ ആവാന്നുള്ളതായിരിക്കണം. നിങ്ങളൊരു പെർഫോമൻസ് മാർക്കറ്റർ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി ഭയങ്കര ത്രട്ടിലാണെന്നുള്ളതാണ്. സോ നോക്കിയേ, ഏകദേശം 5 ആക്റ്റീവ് ആഡ്സെറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഡിയൻസിനെ കാണാം. അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ ഓവർലാപ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് കാണാം. അപ്പം ഇതിൽ ബഡ്ജറ്റ് റിസ്ക് കാണിക്കുന്നുണ്ട്, ഓവർലാപ്പിംഗ് ഒരു 3 ഓഡിയൻസ് ഓവർലാപ്പായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ക്യാമ്പയിനാണ്, ഇപ്പോൾ ഒരു മെട്രോ കൊച്ചി എന്നുള്ള രീതിയിലൊരു ക്യാമ്പയിൻ ഉണ്ട്, അതാണ് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ ഐ ക്യാൻ മാനുവലി ഗോ ടു മൈ ആഡ്സ് മാനേജർ ആൻഡ് ചെക്ക് ദാറ്റ് ക്യാമ്പയിൻ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആ ക്യാമ്പയിൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോംപ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇത്തരത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മളുടെ ക്രിട്ടിക്കൽ ഓവർലാപ്പ് ആയിട്ടുള്ള ഓഡിയൻസ് എവിടെയാണ്, ഹൈ റിസ്ക് ഉള്ള ഓഡിയൻസ് എവിടെയാണ്, ആഡ് ഫാറ്റിഗ് വന്നിട്ടുണ്ടോ, കാണിച്ച ഓഡിയൻസിനെ തന്നെ വീണ്ടും 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 കാണിച്ചിട്ട് അവർക്കൊരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും, വിച്ച് ഈസ് വെരി യൂസ്ഫുൾ ആസ് എ പെർഫോമൻസ് മാർക്കറ്റർ.
അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇത് ആക്ച്വലി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പെർഫോമൻസ് മാർക്കറ്റേഴ്സ് ആയിക്കാലും ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആയിക്കാലും. ഇത് ആക്ച്വലി ഞാൻ ടെസ്റ്റ് ചെയ്ത് പഠിച്ച് എഫേർട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഞാനിത് കൂടുതലും വ്യൂസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറേ എന്താ പറയുക ബ്രാൻഡ് ബിൽഡ് ചെയ്യാന്നുള്ളതിലുപരി വളരെ ബുദ്ധിമുട്ടുന്ന AI അറിയാത്ത ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു പോസിബിലിറ്റീസിനെ കുറിച്ച് അറിയാത്ത ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ഇതുപോലത്തെ ഹൈ വാല്യൂ ആയിട്ടുള്ള വീഡിയോസ് ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ അഗെയിൻ ഞാൻ പറയുന്നു, ഇനിയുള്ള പ്രോംപ്റ്റ്സുകളൊക്കെ ലിങ്കായിട്ട് ആ ലിങ്കിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോംപ്റ്റ്സ് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ. ഞാൻ ഡോട്ടിൻ്റെ ഫൗണ്ടറാണ്. സോ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കോഴ്സസ് എടുക്കണം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കണം, ഓഫ്ലൈനായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഡോട്ട് ഇൻ ഡിജിറ്റൽ അക്കാദമിനെ കണക്ട് ചെയ്യാം. താങ്ക് യു.